Hi guys, welcome back to Bald and Beard Blog. എബ്രഹാം ഒസ്ലർ പടം പോയിട്ട് കണ്ടു. പടം ഹൗസ്ഫുൾ ആയിരുന്നു. പടം ആക്ച്വലി ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ബിദുൽ മേനോൻ തോമസ്, ജയറാമേട്ടന്റെ കംബാക്ക്, മമ്മൂട്ടി ഉണ്ട് എന്നൊക്കെ പറയുന്നു. ആൻഡ് അഞ്ചാം പാതിരക്കൊക്കെ ശേഷം എടുക്കുന്ന ഒരു ത്രില്ലർ മൂവിയാണ് എന്നൊക്കെ എക്സ്പെക്ടേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ നിങ്ങൾ അത്തരത്തിൽ ഒരു എക്സ്പെക്ടേഷനും മനസ്സിൽ വെക്കാണ്ട് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടും. സിനിമ ഒരു ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊന്നും ഞാൻ എന്തായാലും അവകാശപ്പെടുന്നില്ല. ഇവരാരും അവകാശപ്പെട്ടിട്ടില്ല. ബിക്കോസ് ഈ മിഥുൽ മാനൻ തോമസും ജയറാമും ഒക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അഞ്ചാം പാതിര പ്രതീക്ഷിച്ച് വരരുത്. ഇതൊരു അഞ്ചാം പാതിരയോ അല്ലെങ്കിൽ രാക്ഷസം പോലെയുള്ള അത്രയും എപ്പിക് ത്രില്ലർ ഒന്നും അല്ല. ഇത് ഇവർ പറയുന്ന ഒരു ഇമോഷണൽ ഡ്രാമ അല്ലെങ്കിൽ ഇമോഷണൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഒരു കഥ എന്ന് മാത്രമേ ഞാൻ ഇതിനെ പറയൂ. ബിക്കോസ് അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ഭയങ്കര കോരിത്തരിപ്പിക്കുന്ന സീൻസോ അല്ലെങ്കിൽ അത്രക്കും ത്രില്ലടിപ്പിക്കുന്ന സർപ്രൈസ് ട്വിസ്റ്റ് എലിമെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഒന്ന് രണ്ട് സീൻസ് ഒക്കെ ഉണ്ട്. അതിൽ ഒരു സീൻ ഞാൻ ഗംഭീരമായിട്ട് കൈയടിച്ചു, അത് മാത്രമേ ഞാൻ കൈയടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ, കണ്ടിരിക്കാം. എൻഗേജ്ഡ് ആണ് ഫിലിം, എൻഗേജ്ഡ് ആണ്. അങ്ങനെ ഭയങ്കര ലാഗ് കാര്യങ്ങളൊന്നുമില്ല. എൻഗേജ് ആയിട്ട് ആ കഥയുടെ സ്റ്റാർട്ട് മുതൽ ഒടുക്കം വരെ പോകുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് ഒബിയസ്ലി ജയറാമേട്ടനൊക്കെ വെച്ച് നോക്കുമ്പോൾ ജയറാമേട്ടന് ആക്ച്വലി ഒരു ഗിഫ്റ്റ് തന്നെയാണ്. ബിക്കോസ് മിഥുൽ മാനൻ തോമസ് ജയറാമിലേക്ക് എത്തിക്കണമെങ്കിൽ ഇത് ജയറാമേട്ടൻ അല്ലാണ്ടും വേറെ എല്ലാവർക്കും ഇപ്പൊ സുരേഷ് ഗോപി അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ ലാലേട്ടൻ അതൊക്കെ വെച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ ജയറാമിലേക്ക് എത്തിച്ചത് അത് ജയറാമിന്റെ ഭാഗ്യം എന്ന് ഞാൻ പറയൂ. ബിക്കോസ് ജയറാമേട്ടൻ ഒരു വലിയൊരു കംബാക്ക്, ഒരു റീലോഞ്ചിങ് തന്നെയാണ്. ബിക്കോസ് മൂപ്പർ ഇതുവരെ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ ഒരു മൂഡിലുള്ള സിനിമ ചെയ്തിട്ടില്ല. സോ ഹീസ് വെരി ഹാപ്പി, ഹി വിൽ ബി വെരി ഹാപ്പി. ഇപ്പൊ ഒരു വീഡിയോ ഇട്ടതേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാമിലൊക്കെ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്. സോ ദ ഫിലിം ഗോയിങ് ടു ബി എ ബ്ലോക്ക് ബസ്റ്റർ, അല്ല അതിലൊരു തർക്കവും ഇല്ല. ഒരു ഒരു 2024 തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് തന്നെയായിരിക്കും ഈ ഓസ്ലാർ അറിയപ്പെടുക. പക്ഷെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു എബോവ് ആവറേജ് ത്രില്ലർ എന്ന ഗണത്തിൽ മാത്രമേ ഞാൻ പെടുത്തുന്നുള്ളൂ. ഒരു എപ്പിക് ത്രില്ലർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കണ്ടിരിക്കാം, നോ പ്രോബ്ലം. സോ ഇനി അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ ജയറാമേട്ടൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതായത് ഇന്റർവെല്ലിന് മുമ്പിൽ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ആ ഫൈറ്റ് സീനിലൊക്കെ ജയറാമേട്ടൻ ഒരു വയ്യായ്മ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് അവിടെയൊക്കെ നല്ല പഞ്ചൊക്കെ നല്ല ഇങ്ങനെ കട്ടക്ക് വരേണ്ട സ്ഥലത്ത് മൂപ്പര് എന്തോ ഒരു കുറവ്. ആ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയെല്ലാം ലൈക്ക് ക്യാരക്ടർ അനുസരിച്ചിട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ കോക്കിന്റെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മൂപ്പര് പറയുന്നുണ്ടായിരുന്നു എന്തോ ജയറാമേട്ടന് വയ്യ, ജയറാമേട്ടൻ ആകെ എടുത്താ പൊങ്ങാത്ത ഒരു കഥാപാത്രം ചെയ്തതുപോലെയുണ്ട്, ഒരു ഫീല് കിട്ടിയില്ല എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. ഒരു ക്യാരക്ടർ മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടറിനനുസരിച്ചിട്ട് സംവിധായകൻ എന്താണോ പറഞ്ഞത് ആ ക്യാരക്ടറിന് കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും കാര്യങ്ങളും എന്താണ് ഒരു ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങളും മെന്റൽ പരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. സോ അത്തരത്തിലുള്ള ഒരു കഥാപാത്രം എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ഫൈറ്റിലൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബാക്കിയൊക്കെ ജയറാമേട്ടൻ നല്ല പെർഫെക്റ്റ് അടിപൊളിയായിട്ട് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആക്ടീവ് വൈസും നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് അനശ്വര രാജാണ്. ഇപ്പൊ നേര് നമ്മൾ അനശ്വര രാജന്റെ അഭിനയം കണ്ടു, ഇതിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഗൈൻ ഇതിൽ നല്ല ക്യൂട്ടായിട്ട് ഇതുവരെ അനശ്വര രാജൻ ചെയ്ത കഥാപാത്രങ്ങൾ ഏറ്റവും നല്ല രസം സ്ക്രീനിൽ കാണാൻ പറ്റും, നല്ല രസം ഉണ്ടായിരുന്നു. ആൻഡ് ജഗദീഷ് ചേട്ടൻ, സായികുമാർ ചെറിയ വേഷത്തിലുള്ളൂ. ജഗദീഷ് ചേട്ടൻ, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ബാക്കി കുറച്ച് പേരറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഈ ജയറാമിന്റെ കൂടെ നടക്കുന്ന പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, സോറി, കലാമണിന്റെ ഒക്കെ മണിച്ചേട്ടന്റെ ഒക്കെ ചെയ്ത് പടങ്ങളൊക്കെ ചെയ്ത് അത് അവരുടെ പേര് എനിക്ക് മറന്നുപോയി, സോറി. ആ മൂപ്പര് നന്നായിട്ട് ചെയ്തിട്ട് ഓൾ ത്രൂ ഒരു ക്യാരക്ടറാണ്. സോ ഇതിൽ എഗെയിൻ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, മമ്മൂക്ക ഉണ്ടോ? ഒഫീഷ്യൽ ആയിട്ട് തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ മമ്മൂട്ടി ഉണ്ട്. ഇനിയിപ്പോ ഞാൻ മാത്രം ഇത് പറയാതിരിക്കുന്നതിൽ പിന്നെ കാര്യമൊന്നുമില്ല. മമ്മൂക്ക ഉണ്ട്, സിനിമയിൽ മമ്മൂക്ക ഉണ്ട്. സോ ഈ മമ്മൂക്കയുടെ ഈ ക്യാരക്ടർ ഈ സിനിമക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരു എക്സ് ഫാക്ടർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര എന്താ പറയാ, ഇത് സിനിമക്ക് വേണ്ട ഭയങ്കരമായ ഒരു ഹൈപ്പ്, അല്ലെങ്കിൽ സിനിമയിലേക്ക് ഒരു ഫാൻസിന്റെ ഒരു ഒരു കയറ്റം എല്ലാം ഒരു മൊത്തത്തിൽ ഒരു എക്സ് ഫാക്ടർ എന്ന നിലയിൽ ഈ പടത്തിന് ഭയങ്കരമായിട്ടൊരു ബൂസ്റ്റ് ആണ് മമ്മൂക്ക കൊടുക്കുന്നത്. ബിക്കോസ് ആ ക്യാരക്ടർ ഇതുവരെ മമ്മൂട്ടി ചെയ്യാത്തൊരു ക്യാരക്ടർ, ഇതുവരെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്യാമിയോ റോളൊന്നും അങ്ങനെ അടുത്തതായിട്ടും അങ്ങനെ ചെയ്തിട്ടില്ല.
ഇങ്ങനത്തെ ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മൂവിയിലൊന്നും. എനിക്ക് തോന്നുന്നത് ജയറാമിന് വേണ്ടി ചെയ്തതാണ്. സോ അതിന് ആക്ച്വലി ജയറാം നന്ദി പറഞ്ഞു കഴിഞ്ഞു മമ്മൂക്കയോട്. സോ ആ മമ്മൂക്കയുടെ ആ ഒരു സീന് നമ്മൾ ഭയങ്കര കൈയടിച്ചു. ആ ഒരു ഇൻട്രോ സീൻ അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇന്റർവെല്ലിന് മുമ്പ് ജയറാം ആണെങ്കിൽ ഇന്റർവെല്ലിന് ശേഷം അത് മമ്മൂക്കയാണ്. ആൻഡ് ബട്ട് അവരെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒക്കെ പറയുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ വരുന്നത് അതൊരു പഴയ പാട്ടാണ്. എനിക്ക് തോന്നുന്നു ആ പഴയ പാട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു പുതിയ പാട്ടിന് അല്ലെങ്കിൽ അത് പഴയ കാലത്തെ അനുസ്മരിപ്പിക്കാനായിരിക്കും ആ പഴയ പാട്ടിട്ടത്. പക്ഷെ അത് അതിന് വേണ്ടി ഒരു പഴയ രീതി തോന്നുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു പാട്ടാവാമായിരുന്നു എനിക്ക് തോന്നി. ബിക്കോസ് ആ പഴയ പാട്ട് തന്നെ ആവും നമുക്കൊരു ഫീല്, അത്രയും ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. മേ ബി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം. സോ ഓവറോൾ എന്ന് പറയുന്ന സമയത്ത് ഈ പടം നമ്മൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും വെച്ച് പോകരുത്. ഒരു രാക്ഷസൻ അല്ലെങ്കിൽ ഒരു അഞ്ചാം പാതിരൊന്നും പ്രതീക്ഷ ആരും പോകരുത്. ഇത് അവർ പറയുന്നത് പോലെ തന്നെ ഒരു ഇമോഷണൽ ക്രൈം ത്രില്ലർ മേ ബി ലൈക്ക് അത്ര ത്രില്ലിംഗ് എലമെന്റ്സ് ഇല്ലെങ്കിൽ കൂടി ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഡ്രാമ, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പോലീസ് കഥ, അല്ലെങ്കിൽ ഒരു മെഡിക്കലിനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മെഡിക്കൽ ത്രില്ലർ, ഒരു മെഡിക്കൽ ക്രൈം എന്നൊക്കെ പറയുന്ന ആ ഗണത്തിലൊക്കെ പെടുത്താവുന്ന ഒരു നല്ല സിനിമ തന്നെയാണ്. സോ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക. ഒസ്ലർ എന്തായാലും ഒസ്ലർ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവുന്നില്ല, യാതൊരു സംശയമില്ല. സോ ജയറാമേട്ടൻ ഒരു റീലോഞ്ചിങ് തന്നെ ആവട്ടെ. മിഥുൽ മാനുവൽ തോമസും ജയറാമേട്ടനും മമ്മൂക്ക എല്ലാവരും കൂടിയിട്ട് ആ ഒരു പടം ആ ലെവലിലേക്ക് എന്തായാലും എത്തിക്കും. ആൻഡ് ഇതിന്റെ രണ്ടാം ഭാഗം കൂടി വരുമെന്ന സൂചനയിലാണ് അബ്രഹാം അവസാനിപ്പിക്കുന്നത്. സോ രണ്ടാം ഭാഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക. And thank you so much, guys, for watching me again. Signing off.